ഹായ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ കോഴിക്കുഞ്ഞുങ്ങളെയും താറാവിനെയൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അവർക്ക് കൊടുക്കുന്ന തീറ്റയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. ശരിക്കും ഇത് താറാവല്ല കേട്ടോ, ബാത്തയാണ്. നമ്മൾ താറാവ് എന്നിങ്ങനെ വിളിച്ച് ശീലമായതുകൊണ്ട് ഇങ്ങനെ താറാവ് എന്ന് വിളിക്കുന്നു. ശരിക്കും ബാത്തയാണ് കേട്ടോ. നോക്കാം. ഇന്ന് കോഴികൾക്ക് നമ്മൾ ഗോതമ്പാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മളൊരു ബിസി ഡേ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് കൊടുക്കാൻ എളുപ്പം ഗോതമ്പം ഇട്ട് കൊടുക്കുന്നതല്ലേ, അതുകൊണ്ട് ഇന്ന് ഗോതമ്പാണ് കൊടുക്കുന്നത്. മറ്റുള്ള തീറ്റയൊക്കെ കൊടുക്കുമ്പോൾ അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇന്ന് ഗോതമ്പാണ് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ 2 പാത്രമുണ്ട്, നമ്മളതിൽ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബാത്തകൾക്ക് കൊടുക്കാം. അവർക്ക് ഇന്ന് കഞ്ഞിയിൽ തവിട് കൂട്ടിക്കുഴച്ച് അതാണ് കൊടുക്കുന്നത് കേട്ടോ. കഞ്ഞിയിലേക്ക് ഇങ്ങനെ തവിട് മിക്സാക്കി കൊടുക്കാം. അവർ നന്നായിട്ട് കഴിച്ചോളും. ഇടയ്ക്ക് ഇലകളും മറ്റൊക്കെ കൊടുക്കാറുണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇന്ന് കൊടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നമുക്ക് ഈ മിക്സ് അവരുടെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. കുടിക്കാനുള്ള വെള്ളവും ഒക്കെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഇന്നത്തെ ഫുഡ്. പുതുതായിട്ട് വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾക്കും താറാവ് കുഞ്ഞുങ്ങൾക്കും നമ്മൾ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത്. ഒരു 2-3 ആഴ്ച വരെ ഇങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് ഇത് കുതിർത്തിട്ടാണ് കൊടുക്കാറ് കേട്ടോ. നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കാം. എന്നിട്ടാണ് നമ്മളിത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. പുതുതായിട്ട് നമുക്ക് 7 കോഴിക്കുഞ്ഞുങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 3 ബാത്ത കുഞ്ഞുങ്ങളും. ബാത്ത കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത്. നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇവർക്ക് നമുക്ക് നമ്മുടെ സ്റ്റാർട്ടർ കൊടുക്കാം. ഒരു 2-3 ആഴ്ച വരെ ഇങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ നമ്മൾ കുറേ പച്ചപ്പുല്ലും അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അതൊക്കെ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.